സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. കർത്താവേ, അങ്ങേക്ക് സ്തോത്രം അപ്പാ, സ്തോത്രം അപ്പാ, സ്തോത്രം അപ്പാ. ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് മഹത്വം, 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 മഹത്വം. യേശു കർത്താവിന് മഹത്വം. കർത്താവേ, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം അപ്പാ, സ്തോത്രം അപ്പാ, സ്തോത്രം അപ്പാ. യേശുവിൻ്റെ രക്തത്താൽ ചെയ്യും. കർത്താവിന് സ്തോത്രം, സ്തോത്രം. യേശുവേ, അങ്ങേക്ക് സ്തോത്രം അപ്പാ. ഹല്ലേലൂയ. രക്തത്താൽ ചെയ്യും. Glory to God, glory to God, glory to God. Hallelujah. സ്തോത്രം അപ്പാ. ജീസസ്, ഹല്ലേലൂയ. സ്തോത്രം അപ്പാ, സ്തോത്രം അപ്പാ. അവയാണവരെ എനിക്ക് മഹത്വം അപ്പാ, മഹത്വം അപ്പാ. യേശുവിൻ്റെ രക്തത്താൽ ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വചന കൂട്ടായ്മയിൽ കർത്താവിൻ്റെ തിരുവചനമായി നിൽപ്പാൻ ദൈവമായ കർത്താവടിനെ ഒരുക്കി തന്ന നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചതുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം ദൈവമായ കർത്താവ് നമുക്ക് ഒരുക്കി തന്നു. വീണ്ടും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയ ദൈവമക്കളെ, എനിക്കിങ്ങനെ നല്ല അവസരം ഒരുക്കി തന്ന പ്രിയ സാജി ബ്രദറിനോടും കുടുംബത്തോടുമുള്ള എൻ്റെ സ്നേഹത്തെയും നന്ദിയും ഞാൻ ഈ സമയം അറിയിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവിൻ്റെ വരവ് അല്പം താമസിച്ചു പോയി. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു അവസരം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭ്യമായത്. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രിയ ദൈവമക്കളെ, നമുക്ക് ഒരു പഴയ ഒരു ഗാനത്തിൻ്റെ ചില അടികൾ പാടി നമുക്ക് തിരുവചന സത്യത്തിലേക്ക് നമുക്ക് കടക്കാം. കർത്താവിൽ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സമയത്ത് വരുവാനുള്ളവരൊക്കെ വരട്ടെ. പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. ദൈവമക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയവും കൂടെ അതിനോട് അനുബന്ധിച്ചുള്ള ഒരു പഴയ ഒരു ഗാനം കൂടെയാണ് എന്നതും ഞാൻ അറിയിക്കുന്നു. ഇന്ന് നമുക്ക് അല്പനിമിഷം ചിന്തിക്കുവാനുള്ളത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നതാണ്. പ്രിയമക്കളെ, അപ്പോൾ നമുക്ക് ആ പാട്ടിലേക്ക് ഒന്ന് കിടക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എപ്പോഴാണ് എൻ്റെ സോദരാ മൃത്യു വരുന്ന തോർക്കായെങ്കിൽ എന്തു കഷ്ടമേ. എപ്പോഴാണ് എൻ്റെ സോദരാ മൃത്യു വരുന്ന തോർക്കായെങ്കിൽ എന്തു കഷ്ടമേ. ഇപ്പാരി നിശ്ചയങ്ങൾക്ക് തൃപ്തിയില്ലാത്ത ലോകത്തെ ജീവിച്ചിട്ട് എപ്പോഴാണ് എൻ്റെ സോദരാ മൃത്യു വരുന്ന തോർക്കായെങ്കിൽ എന്തു കഷ്ടമേ. ദൂരവേ അല്ല മരണം എന്നാർക്കറിയാം ലേശം എല്ലാ സമയങ്ങൾ. ദൂരവേ അല്ല മരണം എന്നാർക്കറിയാം ലേശം എല്ലാ സമയങ്ങൾ. രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും തീരെ സാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. തീരെ സാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. എപ്പോഴാണ് എൻ്റെ സോദരാ മൃത്യു വരുന്ന തോർക്കായെങ്കിൽ എന്തു കഷ്ടമേ. എപ്പോഴാണ് എൻ്റെ സോദരാ മൃത്യു വരുന്ന തോർക്കായെങ്കിൽ എന്തു കഷ്ടമേ. കട്ടിലിൽ കിടക്കവയോ അയ്യോ സോദര വീട്ടിൽ
വസിച്ചിടുമ്പോഴോ കട്ടിലിൽ കിടക്കവെയോ അയ്യോ സോദര വീട്ടിൽ വസിച്ചിടുമ്പോഴോ കാട്ടിൽ മാലാകളിലും റോഡിൽ തെരുക്കളിലും കാട്ടിൽ മാലാകളിലും റോഡിൽ തെരുക്കളിലും കൂട്ടുകാർ ചേർന്നു വാടി യാത്രകൾ ചെയ്യുമ്പോഴും കൂട്ടുകാർ ചേർന്നു വാടി യാത്രകൾ ചെയ്യുമ്പോഴും എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്ന നോർക്കായികൾ എന്തു കഷ്ടമേ എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്ന തോർക്കായികൾ എന്തു കഷ്ടമേ. പ്രിയപ്പെട്ടവരെല്ലാവരും എന്നോട് ചേർന്ന് കടശി ചരണത്തെ നമുക്ക് ചേർന്ന് പാടാം. കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വെള്ളത്തിൽ യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ വെള്ളത്തിൽ യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ കള്ളം പറഞ്ഞു ചില വ്യാപാര ചന്തയിലും കള്ളം പറഞ്ഞു ചില വ്യാപാര ചന്തയിലും കള്ള കേസിനു പോയി കച്ചേരി തിണ്ണയിലും കള്ള കേസിനു പോയി കച്ചേരി തിണ്ണയിലും എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്ന തോർക്കായികൾ എന്തു കഷ്ടമേ എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്ന തോർക്കായികൾ എന്തു കഷ്ടമേ കട്ടിലിൽ കിടക്കവെയോ അയ്യോ സോദര വീട്ടിൽ വസിച്ചിടുമ്പോഴോ കട്ടിലിൽ കിടക്കവെയോ അയ്യോ സോദര വീട്ടിൽ വസിച്ചിടുമ്പോഴോ കാട്ടിൽ മാലാകളിലും റോഡിൽ തെരുക്കളിലും കാട്ടിൽ മാലാകളിലും റോഡിൽ തെരുക്കളിലും കൂട്ടുകാർ ചേർന്നു വാടി യാത്രകൾ ചെയ്യുമ്പോഴും കൂട്ടുകാർ ചേർന്നു വാടി യാത്രകൾ ചെയ്യുമ്പോഴും എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്ന തോർക്കായികൾ എന്തു കഷ്ടമേ എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്ന തോർക്കായികൾ എന്തു കഷ്ടമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പ ഈ രാത്രിയുടെ വേളയിൽ തിരുവചനവുമായി അടിയൻ കടന്നു വരുന്ന നാഥ, വചനത്തിന് മുൻപിൽ ആയിരിക്കുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും അപ്പന്റെ പൊന്നു പാദപീഠത്തിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കും. നിരാശയോടെ, ദുഃഖത്തോടെ, ഭാരത്തോടുകൂടെ, വേദനയോടുകൂടെ ആരെങ്കിലും വചനത്തിന് മുൻപിലായിരിക്കുന്നു എങ്കിൽ കർത്താവേ, ഇന്നത്തെ വചനം പ്രിയപ്പെട്ടവർക്ക് ഒരു ആശ്വാസമായി വിടുതലായി മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഏത് നിമിഷവും മൃത്യു കടന്നു വരും, മരണം ഏത് നിമിഷം ഉണ്ട്. എന്നാൽ മരണത്തിന്റെ പിന്നിലായി ഒരു ജീവിതമുണ്ട്. ഹല്ലേലൂയ. ആത്മാവിനെ എവിടേക്കും പറഞ്ഞുവിടും. നിന്റെ ആത്മാവ് എവിടെ ആയിരിക്കുമെന്നതിനെ കുറിച്ച് ഇന്ന് രാത്രി കാലം ചിന്തിക്കാൻ പോകുകയപ്പ. അവിടുത്തെ രക്തത്താൽ എല്ലാവരെയും കഴുകി മുദ്രണമെന്ന് പ്രാർത്ഥിക്കും. അടിയനെ പൊതിയോടെ താഴ്ത്തി സമർപ്പിക്കുന്നു പിതാവേ.
ഇന്നത്തെ വചനത്തെ വാഴ്ത്തി അനുഗ്രഹിച്ച് തന്നാട്ടെ. സകലവിധ നന്മകളെ കൊണ്ട് കർത്താവ് നിറയ്ക്കണം. സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്തൃക്കൾ പ്രിയമാനവர்களே, ഇன்றைக்கும் கூட கர்த்தருடைய சமூகத்தில் நிற்கும்படியாக தேவனாகி கர்த்தர் ஒரு நல்ல சந்தர்ப்பத்தை தேவன் கொடுத்திருக்கிறார். தேவனுக்கு நன்றி செலுத்துங்க. கடந்த நாட்களில் எல்லாம் கர்த்தர் நம்மை கண்மணி போல பாதுகாத்தார். நம்ம எவ்வளவோ எத்தனை எல்லாம் தேவனை துதித்தாலும் பத்தவே பத்தாது. ஏனென்றால் கர்த்தர் நல்லவர், அவர் கிருபை என்றும் உள்ளது. அன்னபடியினாலே வாருங்கள், ஒன்று சேர்ந்து தேவனை மகிமைப்படுத்தும்படியாக உங்களை நான் அன்போடு அழைக்கிறேன். 2-3 பேர் எங்கிருந்தால் அவர் மத்தியில் நான் உண்டு என் ஆண்டவர் சொன்னார். நிச்சயமாகவே அவர் நம்மோடு கூட இருக்கிறார். பிரியமானவர்களே, எனக்குள் இருக்கிற தேவன் அவர் பெரியவராக இருக்கிறார். ஹல்லேலூயா. அன்னபடினாலே வாருங்கள், நமக்கு சேர்ந்து தேவனே கர்த்தருடைய வேதத்தை தியானித்து ஒரு சில காரியங்களை நாம் சிந்திக்க போகிறோம். கர்த்தர் உங்களை அனைவரையும் ആശീർവദിപ്പാറാக. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മരണത്തിന് പിൻപ് നമുക്ക് ഒരു ജീവിതമുണ്ട്. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്റെ പ്രിയരെ? നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം ഞാൻ ഇവിടെ വായിക്കട്ടെ. ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ഇരിക്കുന്ന ഇടത്ത് ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി തന്നെ ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇവിടെ 2 കാര്യമാണ് പരാമർശിച്ചിട്ടുള്ളത്. ഒന്ന് മരണം, മറ്റൊന്ന് ന്യായവിധി. ഒരു ചിലരൊക്കെ പറയും അങ്ങനെ ഒരു കാര്യമൊന്നും ഇല്ല, ന്യായവിധി ഒന്നും ഇല്ല. എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞതാ, അതൊന്നും ഇവിടെ ഇങ്ങനെ ഒരു കാര്യം ഇല്ല എന്ന്. എന്നാൽ തിരുവചന സത്യം എന്താണ് പറയുന്നത് നമുക്കൊന്ന് ആഴമായി ചിന്തിക്കാം എന്റെ പ്രിയരെ. അപ്പോൾ ഈ കാര്യങ്ങളെ കുറിച്ച് നാം ചിന്തിക്കണമെങ്കിൽ നാം അല്പം കൂടെ സയന്റിഫിക്കലായി ചില കാര്യങ്ങൾ നാം ചിന്തിച്ചെങ്കിലേ മതിയാവുകയുള്ളൂ. ആരാണ് മനുഷ്യൻ? മരണം എന്താണ് എന്നതിനെ കുറിച്ച് അറിയണമെങ്കിൽ മരണം എന്താണെന്ന് അറിയണമെങ്കിൽ മനുഷ്യൻ ആരാണ്, എന്താണ് എന്നതിനെ കുറിച്ച് നാം അറിഞ്ഞിരിക്കണം. ആരാണ് മനുഷ്യൻ? എന്താണ് മനുഷ്യന്റെ ഉത്ഭവം അഥവാ സ്റ്റാർട്ടിങ്? ആ മനുഷ്യൻ എങ്ങനെയാണ് വന്നത് എന്നതൊക്കെ നാം അറിഞ്ഞെങ്കിലേ മതിയാവുള്ളൂ. എന്ന ഈ ചോദ്യത്തിന് നിരവധി മറുപടി നിലനിൽക്കുകയാണ് ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അതിൽ പ്രചാരം നേടിയ സിദ്ധാന്തമാണ്. നമുക്കേയും പഠിച്ചിട്ടുള്ളവരാണ്, നമുക്കെല്ലാവർക്കും അറിയാം. പരിണാമ സിദ്ധാന്തം എന്ന് നാം എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലെ? പരിണാമ സിദ്ധാന്തം നമ്മുടെ ടീച്ചർമാരൊക്കെ ഓൺലൈനിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ ലവ്ലി സിസ്റ്ററും ഒക്കെ നമ്മുടെ ലിന സിസ്റ്ററൊക്കെ ടീച്ചർമാരാണ്. അപ്പോൾ ഇവരൊക്കെ ഉണ്ട്. എങ്കിലും ഞാൻ 1-2 കാര്യങ്ങൾ, എനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ലെങ്കിലും ചില കാര്യങ്ങൾ ഞാൻ പറയട്ടെ ദൈവമക്കളെ. പരിണാമ സിദ്ധാന്തം നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചവരാണ്. പ്രിയരെ, പരിണാമ സിദ്ധാന്തം അനുസരിച്ച് ആധുനിക മനുഷ്യന്റെ പേര് ഹോമോ സാപിയൻസ് എന്നാണ് അല്ലേ? എല്ലാവർക്കും അറിയാലോ. ഹോമോ സാപിയൻസ് എന്നാണ് പരിണാമ സിദ്ധാന്തം അനുസരിച്ച് ആധുനിക മനുഷ്യന്റെ പേര്. എന്നാൽ ഹോമോ സാപിയൻസ് എന്ന് പറയുന്ന ആധുനിക മനുഷ്യന്റെ പരിണാമ പ്രക്രിയക്ക് വിധേയരായിട്ടാണ് ഇന്നത്തെ ലോകം അല്ലേ? എന്റെ പ്രിയരെ, ലോകം പറയും, എന്ത് പറയും? മനുഷ്യൻ കുരങ്ങിൽ നിന്നാണ് വന്നത് എന്ന് പറയും അല്ലേ? അങ്ങനെയല്ലേ ലവ്ലി സിസ്റ്റർ? അങ്ങനെയല്ലേ ഇന്നത്തെ ലോകം അങ്ങനെയാണ് പറയുന്നത്. അല്ലെങ്കിൽ സ്കൂളിലും മറ്റുമൊക്കെ നമ്മൾ അങ്ങനെയാണ് പഠിപ്പിച്ചു വരുന്നതും, അങ്ങനെയൊക്കെ ആയിരുന്നു പഠിച്ചതും, അങ്ങനെയൊക്കെയാണ് അല്ലേ? എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഏകകോശ ജീവി എന്നറിയപ്പെടുന്ന അമീബ എന്ന് പറഞ്ഞാൽ ബഹുകോശ ജീവി ഹൈഡ്ര, ത്രികാല ജീവി, പുഴുക്കൾ, മത്സ്യങ്ങൾ, ഉപായ ജീവികൾ,
സസ്തനികൾ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സസ്തനികളിൽ നിന്ന് കുരങ്ങ്, കുരങ്ങുകളിൽ നിന്ന് ആൾക്കുരങ്ങ്. പ്രിയരെ, അങ്ങനെ കാല് ചുരുങ്ങി, കൈ ചുരുങ്ങി, ഇത് തന്നെ, അതായത് ഇങ്ങനെയാണ് ആധുനിക മനുഷ്യന്റെ ഉത്ഭവമെന്ന് സയൻസ് പറയുന്നു. പ്രിയ ദൈവമക്കളെ, ലോകം എന്ത് വേണമെങ്കിലും പറയട്ടെ, സയൻസ് എന്തും പറയട്ടെ, നമുക്കതൊന്നും വിഷയമല്ല. ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ വചനത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നാം എന്താണ് പറയുന്നത്? പ്രിയരെ, ആകാശത്തിന്റെ അറുതികളിൽ വിഹരിക്കുന്ന ആഴികളുടെ ആഴങ്ങളിൽ ആരായുന്ന മനുഷ്യ ഹൃദയം, പ്രിയ ദൈവ പൈതലെ മാറ്റിവെച്ച ടെസ്റ്റ് ട്യൂബ് ശിശുവിന് ജന്മം ലഭിച്ച ക്ലോണിംഗ് ആവിർഭാവം കുറിച്ച വിജ്ഞാന ദൃഷ്ടിയിൽ അണുവിന്റെ ഉള്ളിലേക്ക് ഊളിയിട്ട് ഈ മനുഷ്യൻ കേവലം മൃഗത്തിന്റെ ബാക്കി മാത്രമല്ല എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സർവ നന്മകളുടെയും നിറകുടമായ സർവശക്തനായ ദൈവത്തിന്റെ സൃഷ്ടി വൈദഗ്ധ്യമാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് പറയാം, അഖിലാണ്ട ഗടാകത്തിന്റെ നിർമ്മിതാവും സൃഷ്ടിതാവുമായവൻ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ലോകത്തെ സൃഷ്ടിച്ചവൻ, ലോക സൃഷ്ടിതാവ് നമ്മുടെ കർത്താവ് എന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം പറയുവാനായിട്ട് സാധിക്കും. പ്രിയരെ, വൈദ്യശാസ്ത്രത്തിന് ആധുനിക സജ്ജീകരണങ്ങളുള്ള, അതായത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ദിനവും ഉയർന്നു വരികയാണ്. ഇപ്പൊ ഞങ്ങളൊക്കെ താമസിക്കുന്ന ഈ റോഡിൽ ഞങ്ങൾ ഒരു അടയാളം പറയണമെങ്കിൽ ഇന്ന ഹോസ്പിറ്റലിന്റെ അടുത്തെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയർ, ഒരു പഞ്ചായത്തിൽ തന്നെ അനവധി ഹോസ്പിറ്റലുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മിടുമിടുക്കന്മാരായ ഡോക്ടർമാർ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. ഡെയിലി നമുക്ക് കേൾക്കാം, അല്ലെ? പ്രിയ ദൈവമക്കളെ, ഒരു കാര്യം വിളിച്ചു പറയട്ടെ. ശാസ്ത്ര മനുഷ്യ, നിന്റെ തലച്ചോറ് എത്ര വളർന്നാലും, വിജ്ഞാന വിസ്ഫോടനം സംഭവിച്ചാലും, വിജ്ഞാനത്തിന്റെ നേർത്തിയ വിരൽത്തുമ്പുകൾ കൊണ്ട് പ്രപഞ്ചത്തെ മുഴുവൻ വരുതിയിൽ നിർത്തിയാലും അതായത് നരകത്തിന് മറുമരുന്ന് കണ്ടുപിടിക്കുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇത് പറയുമ്പോൾ എനിക്കൊരു കവിത എന്റെ ഓർമ്മയിൽ വരുന്നത് ഇങ്ങനെയാണ്. ഞാൻ പഠിച്ചിട്ടുള്ള ഒരു കവിത എന്റെ ഓർമ്മയിൽ വരുന്നത്, പ്രൈസ് ദി ലോർഡ്, ഇങ്ങനെയാണ് ദൈവമക്കളെ. അതായത്, പടിഞ്ഞാറ് കതിരവൻ ഓടിമറഞ്ഞു, ആമ്പൽപ്പൂ വാടിപ്പോയി, വണ്ട് അതിനകത്തിരുന്ന് പറയുകയാണ്, ഇല്ലില്ല ഇല്ലില്ല, ഈ രാത്രി കൊണ്ട് ലോകം അവസാനിക്കാൻ പോകുന്നില്ല. ഇല്ലില്ല ഇല്ലില്ല, ഈ രാത്രി കൊണ്ട് ലോകം അവസാനിക്കാൻ പോകുന്നില്ല. നാളെ കിഴക്ക് സൂര്യൻ ഉദിച്ചുയരും, ആമ്പൽപ്പൂ വിടരും, ഞാൻ ഇതിന്റെ പുറത്തേക്ക് പറക്കും, കഴിഞ്ഞ പകലെ പോലെ ഞാൻ മധു നുകർന്ന് പാറിപ്പറന്ന് നടക്കും. പ്രിയരെ, ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ആന ബലിഷ്ഠമായ ഒരു കാലടികൾ വെച്ച് നടന്നു വന്നു. എന്നാൽ ആമ്പൽപ്പൂ തന്റെ തുമ്പിക്കൈ കൊണ്ട് എന്തേന്നറിയാമോ? ആന അതേ പിഴുതെടുത്തു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലേ, ഇപ്പോൾ ആമ്പൽപ്പൂ മാത്രമല്ല, വണ്ടും ആനയുടെ തുമ്പിക്കൈക്ക് അകത്താണ്. ഒരു കാര്യം, ആനയുടെ തുമ്പിക്കൈക്ക് അകത്ത് ഇരിക്കുമ്പോഴും അറിയാതെ ഇപ്പോഴും പറയുന്ന ഒരു പല്ലവിയുണ്ട്. എന്താണെന്നറിയാമോ? ഇല്ലില്ല ഇല്ലില്ല, ഈ രാത്രി കൊണ്ട് ലോകം അവസാനിക്കുകയില്ല. പ്രിയ ദൈവമക്കളെ, കിഴക്ക് കതിരവൻ ഉദിച്ചുയരും, ആമ്പൽപ്പൂ വിടരും, ഞാൻ പുറത്തേക്ക് പറക്കും. പ്രിയരെ, ഇങ്ങനെ സ്വപ്നം കണ്ട് പാട്ടും പാടിയിരിക്കുമ്പോൾ ആമ്പൽപ്പൂ വണ്ടും ചെല്ലക്കടത്ത് ചെന്ന് എന്ന് കവി അതിനെ വിശേഷിപ്പിക്കുകയാണ്. പ്രിയ ദൈവ പൈതലെ, ഇതിന്റെ അർത്ഥം എത്ര പേർക്ക് മനസ്സിലായി? ഈ കവിത എത്ര പേർക്ക് മനസ്സിലായി? വല്ലത് പിടികിട്ടിയോ? ഹല്ലേലൂയ. സഹോദര, ഞാൻ ഒരു കാര്യം വ്യക്തമായി വിളിച്ചു പറയട്ടെ. ഭാര്യയെ കുറിച്ച് സ്വപ്നം കാണുന്നത് നല്ലതാ, ഭർത്താവിനെ കുറിച്ച് സ്വപ്നം കാണുന്നത് നല്ലതാ,
മാതാപിതാക്കളെ കുറിച്ച് സ്വപ്നം കാണുന്നത് നല്ലതാ. കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത് സ്വപ്നം കാണുന്നത് നല്ലതാ. ഒരു വീട് വാങ്ങണം, ഒരു വീട് കെട്ടണം, ഒരു വലിയൊരു വീട് സ്വപ്നമാക്കുന്നത് നല്ലത് തന്നെയാണ്. അത് മാത്രമല്ല, ഒരു വലിയ റബ്ബർ തോട്ടം എനിക്ക് വേണം, വലിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ഈ സ്വപ്നങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. പ്രിയരെ, അതുകൂടെ തീർന്നില്ല കേട്ടോ, വിദേശ രാജ്യങ്ങളിൽ പോകണം. അതെങ്ങനെ പോകണം? എയറോപ്ലെയിനിൽ കാരണം പോകണം. ഇതൊക്കെ വലിയ സ്വപ്നങ്ങളാണ്. ഈ സ്വപ്നങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. എന്നാൽ നമ്മെ ഇവിടെ ഈ ലോകത്തിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഇതെല്ലാം എന്താണെന്നറിയാമോ? ഈ ലോകത്തിൽ നമ്മെ മുൻപോട്ട് നയിക്കുന്ന പ്രേരക ശക്തി എന്ന് മാത്രമേ നമുക്കിതിനെ കുറിച്ച് വിശേഷിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. കുഞ്ഞെ, ഒരു കാര്യം വിളിച്ചു പറയട്ടെ, നീ നെയ്ത് കൂട്ടുന്ന സകല സ്വപ്നങ്ങളെയും, അതായത് കഴുകി എറിഞ്ഞ് ക്ഷണിക്കപ്പെടാത്ത ഒരതിഥി ഒരു നാളേക്ക് മരണം നിന്റെ മുൻപിൽ നിൽക്കും. മരണം നിന്റെ മുൻപിൽ എത്തുമ്പോൾ ഇന്ന് വരെ നിത്യത നീ ഉറപ്പാക്കിയിട്ടില്ല എങ്കിൽ അത് നീ ഉറപ്പാക്കണമേ എന്ന് പറയുവാൻ വേണ്ടിയാ ഇന്ന് രാത്രികാലം ഞാൻ ഈ മെസ്സേജ് എടുത്തിരിക്കുന്നത്. ഓൺലൈൻ മാധ്യമത്തിലായിരിക്കുന്ന ദൈവ പൈതലെ, എത്ര പേർ എന്റെ അരുമനാഥൻ ഒരുക്കുന്ന ആ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങി കാത്തിരിക്കുന്നു. മരണം ഏത് നിമിഷവും നമുക്ക് നിശ്ചയമാണ്. മരണം നമുക്കുണ്ട്. മരണത്തെ ആർക്കും മാറ്റി തടുത്തു നിർത്തുവാൻ കഴിയുകയില്ല. മരണമേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഇത് പറയുമ്പോ എന്റെ മൂത്ത മകൻ, അപ്പോ എന്റെ കുഞ്ഞ് ഏതാണ്ട് 8ാം ക്ലാസ്സിൽ എങ്ങോട്ട് പഠിക്കുക. അവൻ പഠിച്ചതും എല്ലാം തമിഴ്നാട്ടിൽ തന്നെയാണ്. അപ്പോ എന്റെ ഡാഡി അത്യാസന നിലയിലുമാ. ഞങ്ങൾ എല്ലാവരും നാട്ടിൽ പോയ സമയത്താണ് എന്റെ മോൻ, അവന് അത്രയ്ക്കുള്ള അറിവേ ഉള്ളൂ. കാരണം ഒന്നാമത് കേരളവുമായിട്ട് അധികം ടച്ച് ഇല്ലാത്തത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കേരളത്തിന്റെ സ്ഥിതി അധികം അറിയത്തുമില്ല. എന്റെ കുഞ്ഞ് എന്റെ പിതാവിനെ പിടിച്ചിട്ട് പറയാം, അപ്പച്ചൻ ഒരു കാര്യം ചെയ്യണം അപ്പച്ച, എനിക്ക് വേണ്ടി ചെയ്യണം. എന്താ മോനെ? അപ്പച്ച വരുന്ന മാർച്ച് മാസം വരെ എങ്ങനെയെങ്കിലും അപ്പച്ചൻ മരിക്കാതിരിക്കാൻ ഒന്ന് ശ്രമിക്കണേ. എന്റെ കുഞ്ഞു പറയുക. എല്ലാവരും കൂടെ ചിരിയും തുടങ്ങി. അപ്പച്ചൻ വരുന്ന മാർച്ച് മാസം വരെ എങ്ങനെയെങ്കിലും അപ്പച്ചൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാ, ഇവന് മാർച്ച് മാസം കഴിയുമ്പോ ലീവ് കിട്ടും, ആ സമയത്ത് അപ്പച്ചൻ മരിച്ചാൽ മതി, ഞങ്ങൾ എല്ലാരും ഇങ്ങ് വരുമല്ലോ എന്നർത്ഥത്തിൽ ആ കുഞ്ഞു പറഞ്ഞത്. പക്ഷേ ഇന്ന് ആണെങ്കിൽ അവൻ അത് പറയില്ല. കാരണം ഇന്നവൻ 27 വയസ്സുണ്ട്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ദിവസം മരണം നമ്മളെ വിളിക്കുവാനായിട്ട് വരും, നിശ്ചയമാകട്ടോ. അപ്പോ മരണം ഏത് നിമിഷവും ഉണ്ട് എന്നത് ഉറപ്പാക്കുന്നു എങ്കിൽ കുഞ്ഞേ, ഒരു കാര്യം കൂടെ മനസ്സിലാക്കിക്കൊള്ളണം. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരു നിത്യത ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ആ കർത്താവ് വിളിക്കുമ്പോൾ തന്നെ ആ നിത്യത്തിലേക്ക് പോകുവാനും നാം ഒരുക്കമുള്ളവരായിരിക്കണം. എത്ര പേർക്ക് മനസ്സിലായ ദൈവജനം ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. മരണം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് പ്രിയരെ. പിന്നെ ന്യായവിധിയോ? മരിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, കോടിക്കണക്കിന് ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ച് പ്രിയരെ ചീഞ്ഞും നാറിയും മണ്ണിന് വളമായി. പക്ഷേ ഇവിടം കൊണ്ടും തീരുന്നില്ല കേട്ടോ. ഇന്നൊക്കെ പലരും എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരെ, സഹോദരങ്ങളെ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ഇതുവരെയിലും മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടോ ഇല്ലയോ എന്നറിയാത്തവരായി ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുവെങ്കിൽ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളണം, മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല പ്രിയരെ. ഹല്ലേലൂയ. എന്നാൽ കുഞ്ഞേ, ഒരു കാര്യം കൂടെ വിളിച്ചു പറയട്ടെ. കുഴിമാടത്തിനപ്പുറത്ത്, സെമിത്തേരിക്കപ്പുറത്ത്, കല്ലറയ്ക്കപ്പുറത്ത്, സെല്ലിനകത്തപ്പുറത്ത് ഒരു നിത്യത കൂടി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അപ്പച്ചനെ കൊണ്ട് ഭദ്രമായി സെല്ലിനകത്ത് വെച്ചിട്ട് പോന്നു, തീർന്നു എന്ന് വിചാരിക്കരുത്. അപ്പച്ചൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അപ്പച്ചന്റെ നിത്യതയ്ക്ക് വേണ്ടി കരുതിയെങ്കിലേ. ഹല്ലേലൂയ. പ്രിയരെ, അരുമനാഥനോടൊപ്പം
ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ നിത്യ നരകത്തിന് ഇരയായി തീരുമെന്നത് ഞാൻ വിളിച്ചു പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാത്രമല്ല ദൈവമക്കളെ, സ്വർഗം ഉണ്ട്, നരകവും ഉണ്ട്, ന്യായവിധിയും ഉണ്ട് പ്രിയരെ. ഹല്ലേലൂയ. ഇതിനപ്പുറത്തൊരു ജീവിതം ഉണ്ട് എന്നത് ഇന്ന് രാത്രികാലം മനസ്സിലാക്കിക്കൊള്ളണം. കൃപയാൽ ഇത് തിരിച്ചറിയാൻ ഭാഗ്യം കിട്ടിയവർ ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു കാര്യം വ്യക്തമായി വിളിച്ചു പറയട്ടെ. ചിലര് പറയാറുണ്ട്, ഈ മരണവും ഈ നിത്യതയും ഈ ന്യായവിധിയൊക്കെ ഇവിടെ തന്നെയാണെന്ന് പറയുന്ന, പഠിപ്പിക്കുന്ന അനേകരെ അറിയാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, പലരും പറയുന്നത് എങ്ങനെയാ? സ്വർഗം ഇവിടെ തന്നെയാ, പിന്നെ സ്വർഗം ഇവിടെയാ, നരകവും ഇവിടെയാ, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും. ചിലർ പറഞ്ഞു കൊടുക്കുന്നതാ, നല്ലതായിട്ട് ജീവിച്ചാൽ നല്ലതായിട്ട് പോകാം കേട്ടോ, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, മോശമായത് ചെയ്താൽ മോശമായത് കിട്ടും. ഇങ്ങനെയാണോ? ഇതാണോ ദൈവ പൈതലെ നാം പഠിപ്പിക്കുന്നത്? നാം മനസ്സിലാക്കിയിരിക്കുന്ന സത്യം ഇതാണോ? ഹല്ലേലൂയ. ഇവർക്ക് സ്വർഗവും നരകവും എല്ലാം ഇവിടെ തന്നെയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെല്ലാം ഇവിടെ തന്നെയാണെന്നാണ് വിചാരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, എന്നാൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, സ്വർഗം ഇവിടെ അല്ല, നരകവും ഇവിടെ അല്ല പ്രിയരെ. ഇവിടെ കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല. അവൻ പറഞ്ഞാട്ടെ. എത്ര പേർക്ക് ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയുവാൻ കഴിയും? സ്വർഗവും നരകവും ന്യായവിധിയും എല്ലാം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്വർഗവും നരകവും ന്യായവിധിയും എല്ലാം ഉണ്ട്. ഹല്ലേലൂയ. അതിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്താണ് പ്രിയരെ ഒന്നാമത്തെ ഉറപ്പ്? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്താണ് ഉറപ്പ്? ഇപ്പോൾ ഞാനുള്ളത് ഈറോഡിലല്ലേ പ്രിയരെ? ഞാൻ ഈറോഡിലല്ലേ? ഞാൻ ഈറോഡിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നാൽ എല്ലാവർക്കും പറയുവാൻ കഴിയുന്നത് റോസ്ലിൻ സുരേഷ് ഈറോഡിലായതുകൊണ്ടാ എന്നല്ലേ? എന്നാൽ എന്റെ പ്രിയരെ, ഒരു ഈറോഡ് ഉള്ളത് കൊണ്ടല്ലേ ഈറോഡെന്ന് നിങ്ങൾ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈറോഡ് ഇല്ലെങ്കിൽ എങ്ങനെയാ നിങ്ങൾ എന്നെ കുറിച്ച് പറയുന്നത്? അതുകൊണ്ട് ഞാൻ ഈറോഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ഈറോഡ് ഉള്ളത് കൊണ്ട് തന്നെയാ ഈറോഡിൽ എന്ന് പറയുന്നത്. റോസ്ലിൻ സുരേഷ് ഈറോഡ് എന്ന് പറയുന്നത് ഈറോഡിലായതുകൊണ്ട് തന്നെയാ. എന്റെ പ്രിയരെ, മനസ്സിലായവരൊക്കെ എന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇല്ലാത്ത ഒന്നിനെ കുറിച്ചല്ല പറയുന്നത്. നമ്മുടെ കർത്താവ് നിത്യ പിതാവാണ്. ഹല്ലേലൂയ. സർവത്തിന്റെയും ഉടയവൻ, സർവത്തിന്റെ സൃഷ്ടിതാവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഒരു നിത്യത നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക. ആ നിത്യ രാജ്യത്തിന്റെ അവകാശിയായി തീരുവാൻ വേണ്ടിയാ കുഞ്ഞേ നമ്മളെല്ലാവരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. യേശു പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പമാണ്. അപ്പൊ സ്വർഗം ഉള്ളത് കൊണ്ടല്ലേ കർത്താവ് അങ്ങനെ പറഞ്ഞത്? പ്രൈസ് ദി ലോർഡ്. എന്റെ രക്ഷിതാവ് സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞതിന് കാരണം സ്വർഗം ഉള്ളത് കൊണ്ട് തന്നെയാ. പ്രിയ ദൈവമക്കളെ, യേശു പറഞ്ഞു, നരകത്തിൽ അവരുടെ പുഴു ചാകുന്നില്ല. അപ്പോൾ നരകമുള്ളത് കൊണ്ടല്ലേ പ്രിയരെ നാം മനസ്സിലാക്കേണ്ടുന്നത്? ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളെ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അനേക വാസസ്ഥലങ്ങളുള്ള ഒരു നിത്യ നഗരത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരു രാജ്യത്തെ കുറിച്ച്, ഒരു പട്ടണത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ പറയുന്നത് ഒരു പട്ടണം ഇറങ്ങി വരുന്നതാണ്. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ന്യായവിധിക്കായി ദൈവം ഒരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു. ഒന്നാമേൽ പറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആകയാൽ പ്രിയരെ, കുഴിമാടം കൊണ്ടും സെമിത്തേരി കൊണ്ടും അവസാനിക്കുന്നില്ല. അതിനപ്പുറത്ത് ഒരു നിത്യത ഉണ്ട് എന്ന് മനുഷ്യന് ഹല്ലേലൂയ ഉറപ്പാക്കി തരുന്ന ഒരേ കാര്യം നമ്മുടെ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്.
ഹല്ലേലൂയ. ആകെ പ്രിയമുള്ള ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതത്തിൽ ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ ആണിക്കല്ല് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണെന്നുള്ളത് നാം അറിഞ്ഞുകൊള്ളണം. പ്രിയരെ, നമുക്കറിയാം അമേരിക്കയുടെ മണ്ണിൽ അതായത് അടിമത്ത കച്ചവടം നിർവചനം ചെയ്ത എബ്രഹാം ലിങ്കനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞ് എബ്രഹാം ലിങ്കൻ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയം ഒരു വെള്ളിയാഴ്ചയാണ്. ജോൺ എഫ് കെന്നഡി നമുക്ക് എല്ലാവർക്കും അറിയാം, തന്റെ ഈ ലോകവാസത്തിന് വിരാമം കുറിച്ചതും ഒരു വെള്ളിയാഴ്ചയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി വിട പറഞ്ഞതും ഒരു വെള്ളിയാഴ്ചയാണ്. എന്നാൽ പിറ്റേ ദിവസം ഒരു ശനിയാഴ്ച അദ്ദേഹത്തിന്റെ മൃതശരീരം തീനാളങ്ങൾക്ക് വിട്ടുകൊടുത്തു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഗാന്ധിജിയോട് ഒപ്പം യുദ്ധക്കളരിയിൽ അടരാടിയിട്ടുള്ള ഭാരതത്തിന്റെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതാണ് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കാൻ പോകുന്നത്. ഇങ്ങനെയാണ് പറഞ്ഞത്: ചിതാഭസ്മം തന്റെ കയ്യിലെടുത്തുകൊണ്ട് ആകാശത്തേക്ക് നോക്കി, മഹാത്മജി താങ്കളെ അഹിംസാ സിദ്ധാന്തത്തിന്റെ അക്ഷയനായ വിശ്വാസ രൂപവൽക്കരണം, അതിലേക്ക് താങ്കളെ നയിച്ചത് യേശുവിന്റെ ഉപദേശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞ സരോജിനി നായിഡു ചോദിക്കുന്നു, യേശു മരിച്ചത് ഒരു വെള്ളിയാഴ്ചയാണ് അല്ലേ? അതായത് യേശു മരിച്ചതുപോലെ വെള്ളിയാഴ്ച മരിച്ച താങ്കൾ ഉയർത്തെഴുന്നേറ്റ് വരാമോ? എത്ര പേർക്ക് മനസ്സിലായി? ഞാൻ പറയുന്ന വല്ല മനസ്സിലാവുന്നുണ്ടോ? അഹിംസയുടെ ദീനരോധനം അന്തരീക്ഷത്തിൽ വലയം പ്രാപിച്ചു. പക്ഷേ മഹാത്മജി ഉയർത്തെഴുന്നേറ്റ് വന്നില്ല. എന്റെ പ്രിയ സഹോദരങ്ങളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, ഈ ലോകത്തിൽ അനേകം മഹാന്മാർ ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങിയിട്ടുണ്ട്. മരണപ്പെട്ടു പോയി, അവർ കടന്നുപോയി. എന്നാൽ അവരാരും മടങ്ങി വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു മഹാനോ ആർക്കും തന്നെ അവർ വാക്ക് കൊടുത്തിട്ട് പോയില്ല, ഞാൻ പോയതുപോലെ മടങ്ങി വരും, ഞാൻ പോയതുപോലെ വരും എന്ന് ആരും പറഞ്ഞിട്ടുമില്ല, ആരും മടങ്ങി വന്നിട്ടുമില്ല. എന്നാൽ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ദൈവ പൈതലേ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ പോയതുപോലെ ഞാൻ വരും, പാപം കൂടാതെ വരും, രണ്ടാമത് വരും, ഞാൻ പ്രത്യക്ഷനാകും. നമ്മുടെ കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവ പൈതലേ, എന്തിനേറെ പറയുവാൻ, ഉരുക്ക പല്ലുകൊണ്ട് ഉലകം ചമച്ചരച്ച യുഗപ്രവാഹന്മാരുടെ കല്ലറകൾ ചരിത്രത്തിൽ അടയപ്പെട്ട് കിടക്കുമ്പോൾ പലസ്തീനിന്റെ മണ്ണിൽ തുറന്നു കിടക്കുന്ന ഒരൊറ്റ കല്ലറ, അത് എന്റെ യേശുവിന്റെ കല്ലറയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ യേശുവിന്റെ കല്ലറ മാത്രമാണ് ഇന്നും തുറന്നു കിടക്കുന്നത്. ഒന്ന് ഉറക്കെ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. കാരണം എന്താ? വചനം പറയുന്നു, അവൻ ഇവിടെയില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞ യേശുവിന്റെ കല്ലറ മാത്രമാ ഇന്നും തുറന്നു കിടക്കുന്ന ഒരേ കല്ലറ. പ്രിയ ദൈവ പൈതലേ, ആരാണ് ഈ ന്യായാധിപതി? ആരാണ് ഈ ന്യായാധിപതി? അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. ആകെ പ്രിയമുള്ള ദൈവ പൈതലേ, വെളിപ്പാട് പുസ്തകം 20-ൽ പറയുന്നു, വെള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു ന്യായാധിപതിയായി കാണുവാൻ കഴിയും എന്നാണ് അവിടെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, മരിച്ചവർ ആബാലവൃദ്ധം അവന്റെ മുൻപിൽ വന്നു. ഹല്ലേലൂയ. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടാത്ത യവനെയും തീപ്പൊയ്കയിൽ തള്ളിവിടും.
ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതൽ, ഈ ഓൺലൈൻ മാധ്യമത്തിലായിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, ഒരു കാര്യം ഞാൻ വ്യക്തമായി വിളിച്ചു പറയട്ടെ. കർത്താവിന്റെ ജീവ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടെങ്കിൽ മാത്രമേ ഹല്ലേലൂയ കർത്താവിനോട് കൂടി വസിക്കുവാൻ, കർത്താവിനോട് കൂടി ആ കർത്താവ് ഒരുക്കുന്ന രാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ എന്നത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്, എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? പ്രത്യാശയുള്ള ദൈവജനം ഒന്ന് ആമേൻ പറഞ്ഞു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവ പൈതലേ, ഹല്ലേലൂയ, അനേകർക്കും പ്രത്യാശ കുറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അനേകരിലെ പ്രത്യാശ കുറഞ്ഞിരിക്കുന്നു. ഈ നല്ല ന്യായാധിപനായി എന്റെ കർത്താവ് വരാൻ പോകുക എന്റെ പ്രിയ സഹോദരങ്ങളെ. ഹല്ലേലൂയ. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടാത്ത ഒരു വ്യക്തി പോലും എന്റെ കർത്താവ് ഒരുക്കുന്ന രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നതല്ല എന്നത് വ്യക്തമായി വിളിച്ചു പറയട്ടെ. ഗ്ലോറി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. അയ്യോ, ഞാൻ എല്ലാ വെള്ളിയാഴ്ച ഉപവസിക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ എല്ലാ ചൊവ്വാഴ്ച ഉപവസിക്കുന്ന വ്യക്തിയാണ്, ഞാൻ എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും ദാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അനേകർക്ക് ഞാൻ പാവങ്ങൾക്ക് ഏഴകൾക്കൊക്കെ ഞാൻ ഞാൻ നിറയെ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ തുണിയെടുത്ത് കൊടുക്കുന്ന വ്യക്തിയാണ്, വസ്ത്രമെടുത്ത് കൊടുക്കുന്ന വ്യക്തിയാണ്, ആഹാരം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്നൊന്ന് പറഞ്ഞാലും എന്റെ കുഞ്ഞെ, എന്റെ സഹോദര, എന്റെ സഹോദരി, കർത്താവ് ഒരുക്കുന്ന രാജ്യത്തിലേക്ക് പോകുവാൻ നിനക്ക് കഴിയുകയില്ല. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടണം. കർത്താവ് വെച്ചിരിക്കുന്ന ജീവപുസ്തകത്തിൽ നിന്റെ പേരവിടെ ഇല്ല എങ്കിൽ കുഞ്ഞേ, നിന്റെ നിത്യ നരകത്തിലേക്ക് തള്ളിവിടും എന്നത് ഞാൻ ഇന്ന് രാത്രികാലം ഓർമ്മിപ്പിക്കട്ടെ. ഹല്ലേലൂയ. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടെങ്കിലേ ഹല്ലേലൂയ കർത്താവിനോടുകൂടെ കർത്താവ് ഒരുക്കുന്ന നിത്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ എന്നത് ഓർമ്മിപ്പിക്കട്ടെ. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ ന്യായാധിപതി തന്റെ വസ്ത്രം തൂവെണ്മയായി, തലമുടി കോലാട്ടു രോമം പോലെ, സിംഹാസനം അഗ്നിജ്വാല പോലെയും എന്ന് വ്യക്തമാക്കുന്നു. പ്രിയ ദൈവ പൈതലെ, ആരാണ് ഈ ന്യായാധിപതി? ഞാൻ ഒരു പാട്ടിന്റെ 1-2 ലൈനൊന്ന് പാടി ഞാൻ സംസാരിക്കാൻ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ന്യായാധിപനെ കുറിച്ച് പറയുമ്പോൾ ഒരു പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നു. എല്ലാം മറ്റും പാടുവാൻ എനിക്ക് കഴിയുകയില്ലെങ്കിലും പ്രധാനപ്പെട്ട ചില ലൈനുകൾ മാത്രം പാടി നമുക്ക് മുൻപോട്ട് കടന്നു പോകാം. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആർക്കും ഒഴിഞ്ഞുകൂടാ അന്നേ ദിനം എല്ലാരും തന്റെ മുൻപിൽ, വ്യാപാരം ചെയ്തവരും അതിൻ വില കള്ളം പറഞ്ഞവരും ഒട്ടും മറക്കാതെ സത്യം പറവാൻ എല്ലാരും തൻ മുൻപിൽ നിന്നെ മതിയാകും. ന്യായാധിപൻ വരുന്നേ, ന്യായസന് ന്യായം വിധിപ്പതിനാ. പുസ്തകം കയ്യിലേന്തി അവർക്കുള്ള കണക്കു നോക്കി, പുസ്തകം കയ്യിലേന്തി അവർക്കുള്ള കണക്ക് നോക്കി. അനേകർ പറഞ്ഞ കേട്ടുണ്ട്, ഞങ്ങളൊക്കെ പാരമ്പര്യ ക്രിസ്ത്യാനികളാണ്. നമ്മുടെ അപ്പച്ചൻ അമ്മച്ചിയുടെ കാലം മുതൽ, അവരുടെ കാലം മുതൽ, അവരുടെ പിതാക്കന്മാരുടെ കാലം മുതൽ ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ അവിടെ ഈസി ആയിട്ട് അങ്ങ് പോകാന്നാ വിചാരിക്കുന്ന വചനത്തിന് മുൻപിൽ താണിരിക്കുന്ന കുഞ്ഞേ, ക്രിസ്ത്യാനി എന്ന നാമം ധരിച്ചിട്ട് ജീവിതം ലേശമില്ല. അർദ്ധരാത്രി സമയം അറിയാതെ ക്ഷുദ്രങ്ങൾ ചെയ്തവരും കള്ള ക്രിസ്ത്യാനിയും വേഷഭക്തിക്കാരും എല്ലാരും തൻ മുൻപിൽ നിന്നേ മതിയാകും. ന്യായാധിപൻ വരുന്നേ, ന്യായസനെ ന്യായം വിധിപ്പതിനാ. പുസ്തകം കയ്യിലേന്തി അവർക്കുള്ള കണക്കു നോക്കി, പുസ്തകം കയ്യിലേന്തി അവർക്കുള്ള കണക്കു നോക്കി. ചോറിനും തുട്ടിനുമായി വൻവേല ഉദ്യോഗമായി കരുതി. പിന്നെ ഞങ്ങളൊക്കെ ദേവദാസന്മാരല്ലേ, ബാഗൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ നടക്കുക. പക്ഷേ നീ പേഴ്സണൽ ചെയ്യുന്ന ചാറ്റിങ്, ദൈവഹിതമല്ലാത്തതിന്റെ ചാറ്റിങ്, സഹോദര സഹോദരി, ദൈവഹിതത്തിന് നീ വെളിപ്പെട്ട് വരണം. ദൈവഹിതത്തിന് അനുസരിച്ച് നീ ജീവിക്കണം. അല്ല എങ്കിൽ ജീവപുസ്തകത്തിൽ നിന്റെ പേര് കാണത്തില്ല. ഒരു പക്ഷേ നിനക്ക് സഹോദരന്മാരിടയിൽ, സഹോദരിമാരിടയിൽ ചർച്ചിൽ നല്ല സ്ഥാനവും മാനവും ഒക്കെ കാണും. പക്ഷേ അതിവിടെ മുകളിലേക്ക് കർത്താവിനോടൊപ്പം പോകുവാൻ കഴിയത്തില്ല. ചോറിനും തുട്ടിനുമായി
വൻവേല ഉദ്യോഗമായി കരുതി സത്യമേറ്റം മറച്ച് ജനങ്ങളെ അന്ധകാരത്തിലാക്കി. പാസ്റ്ററും മെത്രാനും ഉപദേശ ലോകവും എല്ലാരും തൻ മുൻപിൽ നിന്നേ മതിയാകും. ന്യായാധിപൻ വരുന്നേ ന്യായസനെ ന്യായം വിധിപ്പതിനാ. പുസ്തകം കയ്യിലേന്തി അവർക്കുള്ള കണക്ക് നോക്കി. പുസ്തകം കയ്യിലേന്തി അവർക്കുള്ള കണക്ക് നോക്കി. എന്താ ഭയം വരുന്നുണ്ടോ? പേടി തോന്നുന്നുണ്ടോ? സഹോദരങ്ങളെ, ഞാൻ ഈ മെസ്സേജ് ഒരിക്കൽ എന്റെ റോസ് ഫാമിലി FB പേജിൽ പ്രസംഗിച്ചതിന് ശേഷം ഒരു ദൈവദാസി എന്നോട് പറഞ്ഞു, എന്റെ ആന്റി, എനിക്ക് പേടിയായി പോയി. ഞാൻ ആ മെസ്സേജ് കേട്ടപ്പോൾ ഞാൻ ഹൃദയം പൊട്ടിപ്പോയി എന്ന് പറഞ്ഞു. എത്ര പേര് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ കഴിയും? ഇന്നത്തെ ഈ വചനത്തിന് മുൻപിൽ എത്ര പേർക്ക് സമർപ്പിക്കുവാൻ കഴിയും? അപ്പാ, അങ്ങൊരുക്കുന്ന രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ അടിയനെ കൊടുക്കണമേ എന്ന എത്ര പേർക്ക് സമർപ്പിക്കുവാൻ കഴിയും? കർത്താവേ, അവിടുത്തെ ജീവ പുസ്തകത്തിൽ പേരില്ലാതെ പോയാൽ അപ്പാ, ഞാൻ തള്ളപ്പെട്ടു പോയിടുമേ, ഞാൻ കൈവിടപ്പെട്ടു പോയിടുമേ എന്ന് എത്ര പേർക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ കഴിയും? പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ. ഇവിടെ നാം ദാനിയേൽ പ്രവചനത്തിൽ വായിച്ചത്, ന്യായാധിപതി തന്റെ വസ്ത്രം തൂവെണ്മയായി, തലമുടി കോലാട്ട് രോമം പോലെ, സിംഹാസനം അഗ്നി ജ്വാല പോലെ എന്ന് വ്യക്തമാക്കുന്നു. പ്രിയ ദൈവ പൈതലേ, ഞാൻ ഒരേ ഒറ്റ പോയിന്റ് കൂടെ പറഞ്ഞാൽ അവസാനിപ്പിച്ച് കൊള്ളാം. ആരാണ് ഈ ന്യായാധിപതി? ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുൻപ് അനന്തകോടി ദൂതന്മാരുടെ ആരാധന വിഷയമായ തേജസ്സിന്റെ കർത്താവ് വേഷത്തിൽ മനുഷ്യനായി, ഹല്ലേലൂയ, വേഷത്തിൽ മനുഷ്യനായി ഈ മണ്ണിലേക്ക് വന്ന യേശുവിനെ അവർക്ക് മനസ്സിലായില്ല. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ വിസ്തരിച്ച ഹന്നാവിന് യേശുവിനെ മനസ്സിലായില്ല. കയ്യഫാവിന് യേശുവിനെ മനസ്സിലായില്ല. പ്രിയരെ, യഹൂദന്മാരുടെ സന്നദ്ധി സംഘത്തിന് യേശുവിനെ മനസ്സിലായില്ല. പീലാത്തോസിന്, ഹേരോദാവിന് യേശു ആരായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. യേശുവിന്റെ തലയിൽ മുൾക്കിരീടം അടിച്ചവന് യേശുവിനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. യേശുവിന്റെ മുഖത്തെ താടി രോമങ്ങൾ പിഴുതെടുത്തവന് യേശു ആരായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ എന്റെ യേശുവിനെ ഒരു കോമാളിയെ പോലെ തല്ലിച്ചതച്ചവന് എന്റെ യേശുവിന്റെ മുഖത്ത് നോക്കി, നീ ദൈവമാണെങ്കിൽ ഇറങ്ങി വാ, ക്രൂസിൽ നിന്നിറങ്ങി വാ എന്ന് പരിഹസിച്ചവന് എന്റെ യേശു ആരായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. പ്രിയ ദൈവമക്കളെ, ക്രൂസിൽ ആണി അടിച്ചവന് എന്റെ യേശു ആരായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. പ്രിയ ദൈവജനമേ, നീ ദൈവപുത്രനെങ്കിൽ ക്രൂസിൽ നിന്ന് ഇറങ്ങി വാ എന്ന് ആക്രോശിച്ചുകൊണ്ട് ഇന്ന് പലർക്കും യേശു ആരാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. വചനത്തിന് മുൻപിൽ താണിരിക്കുന്ന ദൈവ പൈതലെ, സകല മനുഷ്യർക്കും യേശു ആരാണെന്ന് അറിയാവുന്ന ഒരു ദിവസം വരുന്നു. അത് എന്റെ കർത്താവ് നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ന്യായവിധിയുടെ ദിവസമാണ്. ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ പ്രിയരെ, ദൈവത്തെ, ഹല്ലേലൂയ, ദൈവത്തെ ഒരു ആമേൻ പറഞ്ഞു ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവ് നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ന്യായവിധിയുടെ ദിവസം എല്ലാവരും തിരിച്ചറിയും, ലോകം തിരിച്ചറിയും. അയ്യോ, ഇത് കർത്താവ് തന്നെ ആയിരുന്നുവല്ലോ എന്ന്. പ്രൈസ് ദി ലോർഡ്. വചനത്തിന് മുൻപിൽ താണിരിക്കുന്ന ദൈവ പൈതലെ, യേശു ആരാണെന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസം വരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, എങ്ങനെ തിരിച്ചറിയും? മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുവിന്റെ നാമമല്ലാതെ ഭൂമിയിൽ മറ്റൊരു നാമമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് സമർപ്പണത്തോടുകൂടെ ഈ വചനത്തെ ഏറ്റെടുക്കുവാൻ കഴിയും? ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, ഈ ഭൂമിയിൽ എന്റെ യേശുവിന്റെ നാമമല്ലാതെ ഭൂമിയിൽ മറ്റൊരു നാമത്തിന്
ഭൂമിയിൽ ആരെയും രക്ഷിക്കുവാൻ കഴിയുകയില്ല എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. എന്റെ സഹോദരങ്ങളെ, മുഴുവൻ ലോകവും അറിയാവുന്ന ഒരു ദിവസമാണ് ന്യായവിധി ദിവസം. വായിച്ച വേദഭാഗത്തേക്ക് മടങ്ങി വരട്ടെ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. പ്രിയ ദൈവ പൈതലെ, മാനവ കുലത്തിന് രക്ഷാകരമായ ഒരു പദ്ധതി ദൈവം ഒരുക്കിയിരിക്കുന്നു. എന്താണ് രക്ഷ? എന്താണ് രക്ഷ? യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായത്തിൽ പറയുന്നു, ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്, ഹല്ലേലൂയ, ലോകത്തെ വിധിപ്പാനല്ല, പിന്നെയോ ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്രേ എന്ന വചനം വ്യക്തമായി വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ പോകുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇതുവരെയിലും മരണാനന്തര ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു വ്യക്തിയായി എങ്ങനെയൊക്കെയോ ജീവിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുഞ്ഞേ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ഈ ലോകത്തിലെ സ്വത്തോ സുഖമോ പ്രോപ്പർട്ടീസോ അന്തസ്തോ അഭിമാനമോ കുലമഹിമകളോ ഒന്നും നിന്നെ രക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിന്നെ രക്ഷിക്കുന്ന ഒറ്റ നാമം എന്റെ യേശുവിന്റെ നാമമാ. എന്റെ യേശുവിന്റെ നാമത്തിനല്ലാതെ നിന്നെ ഭൂമിയിൽ രക്ഷിക്കുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മദീനെ 60, 70, 80 ഒക്കെ വയസ്സായില്ലേ? ഇതുവരെ ഭാര്യയ്ക്ക് വേണ്ടി ജീവിച്ചു, ഭർത്താവിന് വേണ്ടി ജീവിച്ചില്ലേ? മക്കൾക്ക് വേണ്ടി ജീവിച്ചില്ലേ? പലർക്കും വേണ്ടി ജീവിച്ചില്ലേ? ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ചില്ലേ? ആരെല്ലാം നിന്നെ കൈവിട്ടാലും ഞാൻ നിന്നെ കൈവിടത്തില്ലെന്ന് പറഞ്ഞ് നീ ജീവിച്ചില്ലേ? എന്നാൽ ഇന്ന് രാത്രികാലം നീ ചിന്തിക്കേണ്ടുന്ന ഒരേ ഒരു കാര്യം, ഓരോരുത്തരും ചിന്തിക്കണം, എന്റെ തലയ്ക്ക് മുകളിൽ ഒരു നിത്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ് എന്ന തിരിച്ചറിവ് എന്നേക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ? പ്രൈസ് ദി ലോർഡ് ഇന്ന് രാത്രികാലം ഉണ്ടാവണം. മരണാനന്തരം ഹല്ലേലൂയ ഒരു ന്യായവിധി നിശ്ചയമാ. എന്റെ കുഞ്ഞേ, ന്യായവിധി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. മരണത്തിനപ്പുറത്തൊരു ജീവിതം ഉണ്ട് എന്ന് ചിന്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് രാത്രികാലം ദൈവ പൈതലെ, ഒരു പക്ഷേ നിന്റെ മരണക്കിടക്കയാവാം. നീ ഭക്ഷിക്കുന്ന ആഹാരം അത് അന്തിമ ആഹാരമാവാം. ഹല്ലേലൂയ. ആയുസ് തികഞ്ഞാൽ കർത്താവിനോട് ഒരുമിച്ച് എന്ന ഉറപ്പില്ല എങ്കിൽ പ്രൈസ് ദി ലോർഡ് ഇന്ന് രാത്രികാലം ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഒന്ന് സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചാട്ടെ. ഇത്രയും നാൾ അപ്പാ ഞാൻ കേട്ട വചനത്തിൽ നിന്നും വ്യത്യസ്തമായി എനിക്ക് ചിന്തിക്കുവാൻ കഴിഞ്ഞതാ, ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടാത്ത ഒരു വ്യക്തി പോലും കർത്താവ് ഒരുക്കുന്ന നിത്യനിലയ്ക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നതല്ല എന്നത് വചനത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുമല്ലോ അപ്പ. ഹല്ലേലൂയ. എത്ര പേർക്ക് സമർപ്പണമുണ്ട്? സമർപ്പിക്കുന്ന ദൈവമക്കളെ നിങ്ങൾക്ക് വിടുതലാം. എത്ര പേർക്ക് സമർപ്പിക്കുവാൻ കഴിയും? യെസ് ലോർഡ്. ആണ്ടവരെ കർത്താവേ, ഹല്ലേലൂയ, അങ്ങയുടെ സന്നിധിയിൽ എന്നെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് എത്ര പേർക്ക് സമർപ്പിക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പ്രിയ ദൈവ പൈതലേ, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഒരു രാജ്യത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അനേക വാസസ്ഥലങ്ങൾ, മീൻസ് അറകൾ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മുറികൾ എന്നുള്ള അങ്ങനെ സൗകര്യപ്രദമായ ഒരു ഇടത്തെയാണ് കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ കർത്താവ് പറയുമായിരുന്നു, കർത്താവ് വരുന്നത് രണ്ടാമത് വരുന്നത് പാപം കൂടാതെ നമ്മളെ കർത്താവ് ഇരിക്കുന്ന ഇടത്ത് നമ്മളെയും കൂടി ഇരുത്തേണ്ടതിനാ, കർത്താവിനോടുകൂടെ വസിക്കുവാൻ നമ്മളെയും കൂടെ ചേർത്ത് കൊള്ളുവാൻ കർത്താവ് വരാൻ പോകുന്നു. പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകുന്ന ആ യേശു കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിച്ചാട്ടെ. കർത്താവേ, ഇന്ന് രാത്രി കാലം അപ്പാ എന്നെ പൊടിയോളം താഴ്ത്തുന്ന കർത്താവേ, ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. എല്ലാവരും ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഇടത്തുനിന്ന് മുട്ടുകളെ വടക്കി, ഓ ഹല്ലേലൂയ, കർത്താവിന്റെ പൊന്നുമുഖത്തേക്ക് ഒന്ന് നോക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, അങ്ങ് എന്നോട് ചേർന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമല്ലോ. സഹോദരങ്ങളെ, ഒന്ന് സമർപ്പിച്ചാട്ടപ്പാ. അങ്ങയുടെ വചനത്തിനനുസരിച്ച് ജീവിക്കുവാൻ എന്നെ ഒരുക്കണമേ അപ്പാ. പാപപങ്കുലമായി ഈ ലോകത്തിലെ പാപത്തെ വിട്ടറിഞ്ഞ് പരിശുദ്ധത്തോടുകൂടി ജീവിക്കുവാൻ കർത്താവിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടാത്തവൻ സ്വർഗ രാജ്യത്തിൽ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും
കഴിയുന്നതല്ല എന്ന് വചനത്തിലൂടെ കേൾക്കുവാൻ കഴിഞ്ഞു. എത്ര പേർക്ക് സമർപ്പണമുണ്ട്? സമർപ്പിക്കുവാൻ കഴിയും. പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവ്, ഇന്ന് ഞങ്ങൾ കേട്ടതായ ഈ വചനത്തിന് മുൻപിൽ അടിയങ്ങളെ പൊടിയോളം താഴ്ത്തി സമർപ്പിക്കുന്നു പിതാവ്. ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്ന നിത്യയിലേക്ക് പ്രവേശിക്കുവാൻ അപ്പാ ഞങ്ങളെയും കർത്താവ് ഒരുക്കണമേ. പ്രത്യാശയുള്ളവരായി തീരുവാൻ ഞങ്ങളെ ഒരുക്കണമേ അപ്പ. അങ്ങനെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അടിയനോടുകൂടെ എത്ര പേർ സമർപ്പിക്കപ്പെട്ടു, അവർക്കും കൂടെ കർത്താവിന്റെ ആ നിത്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഭാഗ്യം ദൈവം കൊടുത്താട്ടെ. ഇന്ന് രാത്രികാലം വചനം കേട്ടവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടണം, സംസാരിക്കണം. ഹല്ലേലൂയ. അവിടുത്തെ രക്തത്താൽ അവരെ കഴുകി മുദ്രയിട്ടാട്ടെ കർത്താവ്. വചനം സംസാരിക്കുവാൻ അടിയനെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. സകല നന്മകളെ കൊണ്ട് കർത്താവ് നിറച്ചാട്ടെ. സകലത് ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞു അരുമരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇന്നത്തെ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറിയെങ്കിൽ നിശ്ചയമായും എൻ്റെ ഷോർട്ട് മെസ്സേജസ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ യൂട്യൂബിൽ ചെന്നിട്ട് റോസ്ലിൻ സുരേഷ് ഈറോഡ് എന്നും റോസ്മോൾ ഒഫീഷ്യൽ എന്നും 2 യൂട്യൂബ് ചാനലുകൾ സജീവമാണ്. ദിനവും ഷോർട്ട് മെസ്സേജസ് നിങ്ങൾക്ക് ലഭ്യമാണ് എന്നത് അറിയിക്കുന്നു. ആശ്വാസപ്രദമായ വചനം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്നും എനിക്കിങ്ങനെ വചന ശുശ്രൂഷിപ്പാൻ അവസരം ഒരുക്കി തന്ന പ്രിയ സാജു ബ്രദറിനോടും കുടുംബത്തോടുമുള്ള എൻ്റെ നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ മെസ്സേജിന്റെ ആരംഭം മുതൽ അവസാനം വരെ വചനത്തിന് മുൻപിലായിരുന്നു മാന്യ പ്രേക്ഷകരോടുള്ള പ്രത്യേക നന്ദി ഞാൻ അറിയിക്കട്ടെ. അതുപോലെ തന്നെ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിന്റെ പേജിന്റെയും എൻ്റെ വാട്സപ്പ് കൂട്ടായ്മയുടെയും എൻ്റെ അഡ്മിന്മാർ, എൻ്റെ സഹോദരങ്ങൾ, നിങ്ങൾക്ക് എൻ്റെ സ്നേഹിതർ, അതുപോലെ തന്നെ ഈറോഡിൽ നിന്നും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ചാച്ചിയമ്മ സിസ്റ്റർ, വൈഷ്ണവി, ഇവർ 2 പേരും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ പ്രത്യേകം അറിയിക്കുന്നു. വൈഷ്ണവിക്ക് തമിഴ് മാത്രമേ അല്ല അറിയത്തുള്ളൂ. വൈഷ്ണവി, താങ്ക് യു സോ മച്ച്. ആരംഭത്തിൽ இதுவரையிலும் வைஷ்ணவியோட பிரசன்ஸ் இருந்தது நான் பார்த்தேன். உங்களுக்கும் என்னோட மனமார்ந்த நன்றி நான் தெரிவிக்கிறேன். மலையாளம் தெரியுதோ இல்லையோ, ஆனாலும் வச்சனத்தை அது கேட்கும்படியாக எங்களோடு கூட இணைந்து கொண்டதுக்கு நான் நன்றி தெரிவிக்கிறேன். கர்த்தர் உங்களை ஆசீர்வதிப்பாராக. പ്രിയ ദൈവമക്കളെ, അടുത്ത ആഴ്ചയിൽ കർത്താവിന്റെ വരവ് താമസിച്ചാൽ അടുത്ത ആഴ്ചയിൽ പകൽ 4 മണിയായിരിക്കും എന്റെ മെസ്സേജ് എന്നത് ഞാൻ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയരെ, നമുക്ക് വേണ്ടി കർത്താവ് ഒരു നിത്യത ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ആ നിത്യതയിലേക്ക് പ്രവേശിക്കാൻ തക്കവണ്ണം നമ്മളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ നാളുകളായി പ്രാർത്ഥനയിൽ ശക്തിപ്പെടുക, പ്രത്യാശയിൽ മുന്നേറുക. ദൈവമായ കർത്താവ് സകലരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ഒരു കാര്യം കൂടെ പറയട്ടെ, ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടെങ്കിലേ കർത്താവ് ഒരുക്കുന്ന രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ എന്നത് വീണ്ടും ആവർത്തിച്ചു പറയുന്നു. വചനത്തിന് മുൻപ് താണിരിക്കുക, പ്രാർത്ഥനയിൽ ഉച്ചരിപ്പീൻ. കർത്താവ് സഹായിക്കുമാറാകട്ടെ. എല്ലാവരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.